ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭഗവത്ഗീത സാഖ്യയോഗം ചാപ്റ്റർ 2 നമ്മൾ 38ാമത്തെ ശ്ലോകം നോക്കാം. വളരെ വിശിഷ്ടമായ ഒരു ശ്ലോകമാണ് ഇത്. നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ചും സമചിത്തത എന്ന് പറയുന്നത് എങ്ങനെയാണ് കൈവരിക്കുക, അതെന്താണ് സമചിത്തത, ഇതെല്ലാം പറയുന്നു. പിന്നെ ആധ്യാത്മിക പാതയിൽ സമ്പൂർണ്ണത കൈവരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് കൃഷ്ണൻ വെട്ടിത്തുറന്ന് പറയുക എന്നൊക്കെ പറയില്ലേ. ഒരു മറച്ചും ഒളിച്ചും ഒന്നും വെക്കാതെ ഇങ്ങനെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് പറയില്ലേ, നീ ഇങ്ങനെ ചെയ്യണം, ഇതാണ് നിനക്ക് നല്ലത് എന്നൊക്കെ പറയുമ്പോൾ അതുപോലെയാണ് കൃഷ്ണൻ നമ്മളോട് പറയുന്നത്. അപ്പോൾ നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ധ്യാനം. മുഖം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുതഃ സുന്വന്തി ദിവ്യൈസ്തവൈ വേദൈ സാംഗപദക്രമോപനിഷദൈ ഗായന്തി യം സാമഗാ. ധ്യാനാവത്സിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ സ്യാന്തം ന വിദുസ്സുരഗണാ ദേവായ തസ്മൈ നമഃ. ഹരേ കൃഷ്ണ. എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം. ഗുരുഭ്യോ നമ. ഗണേശായ നമ. സരസ്വതി നമ. ശ്ലോകം വായിക്കാം. ചാപ്റ്റർ 2 സാഖ്യയോഗം, ശ്ലോകം 38. സമദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയോ തഥോ യുദ്ധായ യുജ്യസ്വ നൈവം പാപം അവാപ്സ്യസി. അപ്പം എന്താ പറയണം നോക്കാം. സുഖദുഃഖേ, സുഖത്തെയും ദുഃഖത്തെയും, ലാഭോ ലാഭത്തെയും നഷ്ടത്തെയും, ജയാജയോ ജയത്തെയും തോൽവിയെയും, സമയകൃത്വ ഒരേമാതിരി കണ്ടിട്ട്, തത് യുദ്ധായ യുജ്യസ്വ ആ യുദ്ധത്തിന് നീ ഒരുങ്ങൂ എന്നാണ് പറയുന്നത്. പോരിനൊരുങ്ങൂ. ഏവം ഇപ്രകാരമായാൽ പാപം ന അവാപ്സിസി, നിന്നെ പാപം തീണ്ടില്ല എന്നാണ്, നിനക്ക് പാപം ഏൽക്കില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ചാപ്റ്റർ 2 ഗീതയുടെ ഒരു ഗീത 700 ശ്ലോകങ്ങൾ പഠിക്കുന്നതിന് തുല്യമാണ് ചാപ്റ്റർ 2 സാഖ്യയോഗം പഠിക്കുന്നത്. വേറെ ഒന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു ചാപ്റ്റർ പഠിച്ചാൽ പോലും മതി. അത്രയ്ക്ക് വിശിഷ്ടമായിട്ടുള്ള ശ്ലോകങ്ങളും വഴികാട്ടികളായിട്ടുള്ള നിർദ്ദേശങ്ങളും ഒക്കെ അടങ്ങുന്നതാണ് ഈ ഒരു ചാപ്റ്റർ. ഭഗവാൻ പറയുന്നു കർമ്മയോഗത്തെയാണ് ഇതിൽ സംഗ്രഹിച്ചിരിക്കുന്നത്. പിന്നെ പറയുന്നു ആധ്യാത്മികമായ സമ്പൂർണ്ണത എങ്ങനെ നേടാം. എന്നിട്ട് പറയുന്നു സുഖവും ദുഃഖവും, ലാഭവും നഷ്ടവും, ജയവും തോൽവിയും, ഇങ്ങനെയൊക്കെയുള്ള വെവ്വേറെ അനുഭവങ്ങൾ. അതിന് സുഖദുഃഖങ്ങൾ, ലാഭാലാഭങ്ങൾ, ജയാജയങ്ങൾ, ജയവും അജയവും. അപ്പോൾ ഇതെല്ലാം ദ്വന്ദ്വങ്ങളെന്ന് പറയും. ഇപ്പോൾ ദ്വന്ദ്വം എന്ന് പറഞ്ഞാൽ വെളിച്ചത്തിൻ്റെ കൂടെയാണ് നമ്മൾ ഇരുട്ട് പറയുക. വെളിച്ചം, ഇരുട്ട്, സുഖം, ദുഃഖം, ജയം, തോൽവി, ജയം, പരാജയം, അങ്ങനെയൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ ഇതൊക്കെയാണ് ദ്വന്ദ്വങ്ങൾ. അപ്പോൾ ഈ ദ്വന്ദ്വങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റാൻ കഴിയാത്തതാണ്. അപ്പോൾ ഈ ദ്വന്ദ്വങ്ങളെ 3 കാര്യങ്ങൾ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നു. സുഖദുഃഖങ്ങൾ, ലാഭാലാഭങ്ങൾ, ജയാജയങ്ങൾ. അതായത് സുഖദുഃഖേ, ലാഭാലാഭോ, ജയാജയോ. അപ്പോൾ ഈ 3 3 തലത്തിലാണ്. നമ്മളെല്ലാം നമ്മുടെ ഒരു സാധാരണ മനുഷ്യൻ്റെ ഭാഷയിൽ നമ്മളിതെല്ലാം ഒരുമിച്ച് കാണുന്നതാണ്. ലാഭവും നഷ്ടവും, സുഖവും ദുഃഖം എന്നൊക്കെ പറയാം. അപ്പോൾ സുഖം ദുഃഖം എന്ന് പറയുന്നത് ബുദ്ധിയുടെ തലത്തിലാണ് അത് കാണേണ്ടത്. പിന്നെ ലാഭാലാഭം എന്ന് പറയുമ്പോൾ അത് മനസ്സിൻ്റെ തലത്തിലാണ്. അത് മനസ്സാണ് അത് തീരുമാനിക്കുന്നത് ഒരു കാര്യം ലാഭമാണോ നഷ്ടമാണോ എന്ന് പറയുന്നത്. ഒരാൾക്ക് ലാഭം എന്ന് തോന്നുന്നത് വേറൊരാൾക്ക് ചിലപ്പോൾ നഷ്ടമായിട്ട് തോന്നാം. ഇപ്പോൾ ഒരാൾക്ക് പിന്നെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ 1000 രൂപ കിട്ടിയാൽ അത് കുറച്ച് അധികം പൈസയുള്ള ആൾക്ക് 1000 കിട്ടിയാൽ പോരാന്നുണ്ടാവും, അയാൾക്ക് 1,00,000 വേണമെന്നുണ്ടാവും. അപ്പോൾ അയാളുടെ കാര്യത്തിൽ അത് നഷ്ടമാണ്. അപ്പോൾ അതാണ് അത് മനസ്സിൻ്റെ തലത്തിലാണ് ലാഭാലാഭങ്ങൾ, ബുദ്ധിയുടെ തലത്തിലാണ്
സുഖദുഃഖങ്ങൾ. ബുദ്ധി തീരുമാനിക്കും. ഒരേ കാര്യം തന്നെ ചിലർക്ക് സുഖമായിട്ട് തോന്നും, ചിലർക്ക് ദുഃഖമായിട്ട് തോന്നും. ഇപ്പോൾ നമ്മൾ ചൂട് അല്ലെങ്കിൽ മഴ എന്നൊക്കെ പറയും. മഴ സുഖമായിട്ട് വിചാരിക്കുന്നവരുണ്ട്, കുറേ പേര് വീട്ടിൽ ഇരിക്കാൻ പറ്റുന്നവർക്കൊക്കെ അതൊരു സുഖമാണ്. എന്നാൽ ജോലിയെടുത്ത് ജീവിക്കണം, നിത്യം എടുക്കുന്ന ജോലി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കൂലിപ്പണിയൊക്കെ ആണെങ്കിൽ അവർക്ക് അതൊരു ദുഃഖമായിട്ട് ചില സമയത്തെങ്കിലും തോന്നും, എപ്പോഴും അല്ല. അപ്പോൾ അതാണത്, ബുദ്ധിയുടെ തലത്തിലാണ് സുഖദുഃഖങ്ങളെ തീരുമാനിക്കുന്നത്. പിന്നെ ശരീരത്തിൻ്റെ തലത്തിലാണ് ജയാജയങ്ങൾ എന്ന് പറയുന്നത്. ശരീരത്തിൻ്റെ തലത്തിലാണ്, അതായത് ചില കാര്യങ്ങൾ വിജയമാവും, ചില കാര്യങ്ങൾ പരാജയമാവും. അപ്പോൾ ശരീരതലത്തിലാണ് നമ്മൾ ജയമാണോ പരാജയമാണോ എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഈ എല്ലാ തലത്തിലും നമുക്ക് നോക്കുമ്പോൾ ദ്വന്ദ്വങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതൊരു നമ്മളൊരു സമുദ്രത്തിൽ ഇങ്ങനെ ഇറങ്ങി കുളിക്കാൻ പോയാൽ നമുക്ക് എന്തായാലും തിരമാലകളില്ലാത്ത ഒരവസ്ഥ അവിടെ ഉണ്ടാവില്ല. കാരണം അങ്ങനെ തിരമാലകൾ വന്നും അതിൻ്റെ പക്ഷേ ഏറ്റക്കുറച്ചിലുകൾക്ക് വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ചില സമയത്ത് തിരമാലകളുടെ ശക്തി ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ സന്ധ്യാസമയത്തൊക്കെ വേലിയേറ്റം എന്നൊക്കെ പറയുന്ന, അത് വേലിയിറക്കം എന്നൊക്കെ പറയുന്ന അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും തിരമാലകളുടെ ശക്തിക്ക്. പക്ഷെ എന്നാൽ തിരമാലകളില്ലാത്ത ഒരു സമുദ്രമില്ല. അതുപോലെ ജീവിതത്തിൽ അല്ലലൊന്നും ഇല്ലാതെ, ഒരു അല്ലലും അലട്ടലുമൊന്നും ഇല്ലാതെ ഒരു ജീവിതമില്ല. പക്ഷേ നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ എന്താ പറ്റിയതെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരു ശീലം, അതാണ് ഏറ്റവും ഇന്നത്തെ എല്ലാ പ്രയാസങ്ങൾക്കും കാരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും കുട്ടികളിൽ നിരാശ ചെറുപ്പത്തിലേ ഉണ്ടാക്കി വേണം കൊണ്ടുവരാൻ. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കും. ഇപ്പോൾ ഇത് വേണം എന്ന് പറഞ്ഞാൽ അത് ഉടനെ പിറ്റേ ദിവസമല്ല, ആ നിമിഷം തന്നെ പോയി വാങ്ങിക്കൊടുക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ വളരെ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടിക്ക് എന്തും ആഗ്രഹിക്കുന്ന അപ്പം തന്നെ കിട്ടണമെന്നുള്ള ഒരു മനസ്ഥിതിയാണ് ഉണ്ടാവുക. നമ്മളങ്ങനെ കൊടുക്കരുത്. എത്രയും നിർബന്ധിച്ചാലും നമ്മൾ അത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ പോലും അത് കൊടുക്കരുത്. കാരണം ആ നിരാശ എന്താണെന്ന് അവൻ പഠിക്കണം. അതായത് ഇപ്പോൾ ഇത്തെ കുട്ടികൾക്ക് ഒരു കാര്യം ആലോചിക്കുമ്പോൾ അത് കിട്ടുന്നതുകൊണ്ട് അവന് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്തെങ്കിലും കിട്ടാത്തൊരവസ്ഥയിൽ അവന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ ആഗ്രഹിക്കുന്നു, അത് കിട്ടാത്ത അവസ്ഥയിൽ വേഗം പോയിട്ട് ആത്മഹത്യ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ. അപ്പോൾ അല്ലെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും പറയുമ്പോഴേക്കും അത് താങ്ങാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ തിരിച്ച് പെൺകുട്ടികളും. അപ്പോൾ അവർക്ക് ഈ നമ്മുടെ മാതാപിതാക്കൾ, ഇവിടെയൊക്കെ നമ്മുടെ ഈ ഒരു ശ്ലോകം വളരെ എന്താ പറയുക, നമുക്ക് വഴികാട്ടിയാണ് ഈ ഒരു ശ്ലോകം. ആ ഒരു ശ്ലോകത്തിൽ പറയുന്ന ഈ അലകടൽ പോലെ ഇരമ്പിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ ജീവിതം. അതിൽ നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പൊങ്ങുതടി പോലെ നമ്മൾ പോകരുതെന്നാണ് ചിന്മയാനന്ദ സ്വാമികൾ പറഞ്ഞത്. പൊങ്ങുതടി പോലെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു തടി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ അത് പൊങ്ങിയും താണും ഒക്കെ ഇങ്ങനെ ഇരിക്കും, വിഷമിച്ചുകൊണ്ടിരിക്കും ഒരുപാട്. ജലം കൂടുന്നതിനും കുറയുന്നതിനും അതുപോലെ തിരമാലകൾ വന്ന് അടിക്കുമ്പോഴും ഒക്കെ അതിന് വ്യത്യാസമുണ്ട്. എന്നാൽ ഒരു ദീപസ്തംഭത്തെ നോക്കുക എന്ന് സ്വാമി പറയുന്നു. അതായത് ദീപസ്തംഭം എന്ന് പറയുന്നത് ഈ തിരമാലകളുടെ ഇടയിലും അതിൻ്റെ അസ്ഥിവാരത്തിൽ ഉറച്ചു നിൽക്കുന്ന ആ സ്തംഭത്തിന് അതിന് തിരകൾ വന്നിട്ട് അതിലടിച്ച് തകരുക എന്നല്ലാതെ അതിനൊന്നും ഏൽക്കില്ല. അപ്പോൾ നമ്മൾ ആവേണ്ടത് ഒരു ദീപസ്തംഭത്തെ പോലെയാണെന്നാണ്. മനസ്സിന് ചാഞ്ചല്യം കൂടാതെ നമ്മൾ ഈ ഒരു യുദ്ധമാണിത്, ജീവിത ആയോധനം എന്നാണ് സ്വാമി പറയുന്നത്. മഹത് കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രചോദനം മനുഷ്യർക്ക് കിട്ടുന്നത് ഇങ്ങനെയുള്ള സാമ്യാവസ്ഥയിൽ ഇരിക്കുമ്പോഴാണെന്നും പറയുന്നു. അതായത് ദീപസ്തംഭം പിന്നെ ആ ഒരു തൂണ് ഭയങ്കര ഉറച്ചു നിൽക്കുന്നു. ആ ഒരു തൂണ് എങ്ങനെയാണോ ഉറച്ചു നിൽക്കുന്നത്, അതുപോലെ നമ്മൾ ഈ ഒരു ജീവിതമാകുന്ന ഒരു സമുദ്രത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏത് കർമ്മങ്ങളെയും നമുക്ക് നേരിടാനും നമുക്ക് മഹത്തരമാക്കാനും കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ മഹത്തരമാക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത്രയും ശക്തി വേണം.
അതായത് നമ്മൾ സമചിത്തതയോടുകൂടി എല്ലാ സന്ദർഭങ്ങളെയും നേരിടാൻ നമുക്ക് കഴിയണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം വേണം, അത്രേ ഉള്ളൂ. കാരണം ഇത് നമുക്ക് കടയിൽ പോയി വാങ്ങാൻ കിട്ടില്ല. അപ്പോൾ നാളെ രാവിലെ നമുക്ക് പോയിട്ട് കുറച്ച് സമചിത്തതയും ഒക്കെ വാങ്ങാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. അത് ഒരുപാട് നമ്മളുടെ ഒരു എന്താ പറയുക, ട്രെയിനിങ് ടു ദ മൈൻഡ് എന്ന് പറയും. അതായത് മനസ്സിന് കൊടുക്കുന്ന ട്രെയിനിങ്. ശരിക്കും പറയണമെങ്കിൽ നമ്മളുടെ ഏറ്റവും വലിയ ഒരു ഡ്രോബാക്ക് നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ തന്നെ നമ്മൾ മനസ്സിനെ ശ്രദ്ധിക്കുന്നില്ല. ടീച്ചർമാരാണെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസ എന്താ പറയുക, ആ ഒരു ഭരണ തലത്തിൽ നിൽക്കുന്ന ആരും തന്നെ മനസ്സിനെ അല്ല അവർ നോക്കുന്നത്. അവർ കുറേ സിലബസും കുറേ ടെക്സ്റ്റും കുറേ പിന്നെ എന്താ പറയുക, ഈ ഒരു പാത്രത്തിനകത്ത് കുറേ നമ്മൾ എന്തെങ്കിലും കുത്തി നിറയ്ക്കില്ലേ, അതുപോലെ ഒരു കുട്ടിയുടെ മനസ്സിലേക്ക് കുത്തി നിറയ്ക്കാമെന്നാണ് വിചാരിക്കുക. എന്നാൽ ആ മനസ്സ് എന്ന് പറയുന്നതിന് ഒരുപാട് എന്താ പറയുക, ദൗർബല്യങ്ങളും എല്ലാം ഉള്ള ഒരു മനസ്സാണ് എന്നും അതിനെങ്ങനെ കൈകാര്യം ചെയ്യാമെന്നും വളരെ എൻ്റെ അഭിപ്രായത്തിൽ, ഞാനൊരു 10-28 വർഷം ടീച്ചറായിട്ടിരുന്നതുകൊണ്ട് പറയുക തന്നെയാണ്, ഏറ്റവും കൂടുതൽ ട്രെയിനിങ്ങും ഏറ്റവും കൂടുതൽ പിന്നെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം ഓരോ കുട്ടിയും സമൂഹത്തിന് സമൂഹത്തിലേക്ക് നമ്മളിങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പോലെയാണ് ആ ഒരു വിദ്യാഭ്യാസ കാലത്തിലൂടെ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് കോൺട്രിബ്യൂഷൻ ശരിക്കും ഇല്ല. നമ്മുടെ ഒരു വിദ്യാഭ്യാസത്തിലൂടെ ഒരു കോൺട്രിബ്യൂഷനും നടക്കുന്നില്ല. എന്നാൽ ചില കുട്ടികൾ അവരുടെ പരിതസ്ഥിതി കൊണ്ടോ അവർക്ക് കിട്ടുന്ന ഏതെങ്കിലും നല്ല ഗുരുക്കന്മാരുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല പാരൻസിൻ്റെയോ ഒക്കെ സഹായത്താൽ അവർ പിന്നെ മുന്നോട്ട് വരികയാണ്. അവരാണ് ഈ സമൂഹത്തിനൊരു അസറ്റായിട്ട് പിന്നെ മാറുന്നത്. എന്നാൽ എല്ലാ കുട്ടികൾക്കും ഇതിനുള്ള ബുദ്ധിയും ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്കത് കൊടുക്കാനുള്ള ഒരു സാഹചര്യം നമ്മുടെ വിദ്യാഭ്യാസത്തിലില്ല. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസമായിട്ട് തന്നെയാണ് എനിക്ക് കണക്ട് ചെയ്യാൻ ഇഷ്ടം. കാരണം ആ ഒരു പ്രചോദനം, ആ ഒരു ആത്മാവിൻ്റെ അല്ലെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ ചാഞ്ചല്യമില്ലാത്ത അവസ്ഥ എങ്ങനെ ഒരു കുട്ടി നേടിയെടുക്കാമെന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 7ാം ക്ലാസ്സിലെത്തുമ്പോഴേക്കും ആ കുട്ടിക്ക് കഴിയണം. നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചെടുക്കുന്നത്? ഇപ്പം എൻ്റെ തന്നെ കെമിസ്ട്രിയിൽ 7, 8, 9 ക്ലാസ്സൊക്കെ ആകുമ്പോഴേക്കും ഞാനൊക്കെ ഡിഗ്രിക്ക് പഠിച്ച കാര്യമാണ് 9ലും 10ലൊക്കെ പഠിപ്പിച്ചത്. പിന്നെ ഞാൻ എൻ്റെ ലാസ്റ്റ് കുറേ ഇയേഴ്സിലൊക്കെ. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ കുത്തി നിറയ്ക്കേണ്ട കാര്യം എന്താണ്? കുറേ ബേസിക്സ് അറിഞ്ഞാൽ പോരെ. പിന്നെ അവൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവൻ വലിയ ക്ലാസ്സിലെത്തിയിട്ട് അവൻ കോളേജ് തലത്തിലൊക്കെ അവൻ അതിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കട്ടെ. അല്ലാതെ നമ്മളിങ്ങനെ കുറേ അറിവുകൾ ഇങ്ങനെ ഒരു വലിയ പാത്രത്തിൽ കുറേ കാര്യങ്ങളിങ്ങനെ കുത്തി നിറച്ച് അതിനെ നിറച്ച് വയ്ക്കുന്ന പോലെ അങ്ങനെയാണ് നമ്മൾ ആ കുട്ടികളുടെ ഉള്ളിലേക്ക് കൊടുക്കുക. എന്നാൽ അതെന്താണ് അകത്തേക്ക് നിറച്ചതെന്ന് പോലും കുട്ടികൾക്ക് അറിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം കൊണ്ട് ആ കുട്ടിക്ക് ഈ ജീവിതത്തിൽ ഒരു എല്ലാ അവസ്ഥയിലും എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക എന്നുള്ളൊരു അറിവ് പോലും നമുക്ക് കൊടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിനും കഴിയുന്നില്ല എന്ന് വളരെ വിഷമത്തോടുകൂടി തന്നെയാണ് ഞാൻ ഓർക്കുന്നതും ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയുന്നതും. കാരണം വേറൊരാൾക്ക് പറയാൻ കഴിയുന്നതിനേക്കാളും എനിക്ക് പറയാൻ കഴിയും. കാരണം ആ രംഗത്ത് ആയിരക്കണക്കിന് കുട്ടികളുടെ മുമ്പിലൂടെ കടന്നു വന്ന ഒരു ടീച്ചർ എന്ന നിലയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ഒരുപാട് കുട്ടികളുടെ വിഷമവും ഒരുപാട് കുട്ടികളുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു ദൗർബല്യ അവസ്ഥയൊക്കെ കണ്ടു വന്ന ഒരാൾ തന്നെയാണ്. എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ പല കുട്ടികളെയും സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയൊരു ഭാഗത്തുനിന്ന് മാത്രം പോരല്ലോ. അവരുടെ വീടുകൾ, അവരുടെ വീടുകളുടെ സാഹചര്യം, അവരുടെ പാരൻസിൻ്റെ മാനസികാവസ്ഥ, ഇതെല്ലാം ആ കുട്ടിയെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊക്കെ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഒരുപാട് ചെയ്യാൻ കഴിയും. അതിനൊരുപാട് വർക്കൗട്ട് ചെയ്യേണ്ടത്, നമ്മൾ സ്വാമിജി പറഞ്ഞ പോലെ ഒരുപാട് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ഹോംവർക്ക് എങ്ങനെ ചെയ്യാമെന്ന് നമ്മുടെ സമൂഹം തന്നെ ആലോചിക്കണം. അപ്പോൾ പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഉള്ളിൽ പൊട്ടൻഷ്യൽ ഉണ്ട് എന്ന് പറയും. ആ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ ആന്തരിക ശക്തി. ആ ആന്തരിക ശക്തിയിലേക്ക് എത്തണമെങ്കിൽ പിന്നെ
ഒരുപാട് പ്രയത്നിക്കേണ്ടതുണ്ട്. എന്ന് വെച്ചാൽ പിന്നെ ഈ ലോകത്ത് ഇതെല്ലാം എല്ലാ പ്രയാസങ്ങളും ഉണ്ടാവും എന്നുള്ള അറിവ് കൊടുത്തുകൊണ്ട് വേണം ആ കുട്ടിയെ, ഏതൊരു കുട്ടിയെയും ആ കുട്ടി വളർന്നു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ടത്. മാത്രമല്ല പിന്നെ ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട് എന്നുള്ള ഒരു അറിവ് ചെറിയ കാലത്തിലേ അവനിൽ ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ആത്മബലവും ശക്തിയും നേടാൻ എന്തൊക്കെയാണ് ട്രെയിനിങ്ങുകൾ വേണ്ടത് എന്നും കൊടുക്കണം. അങ്ങനെ ഇത് കിട്ടാത്തിടത്തോളം കാലം നമ്മുടെ കുട്ടികളും ദുർബലരായിട്ട് തന്നെ ഇരിക്കുക. ആ കുട്ടികളാണ് നമ്മുടെ വീട്ടിലും ആ കുട്ടികൾ ഇരിക്കുമ്പോൾ ആ കുട്ടികൾക്ക് പല പല പ്രശ്നങ്ങളെയും നേരിടാൻ കഴിയാതെയും അവരിങ്ങനെ എന്തെങ്കിലും വരുമ്പോഴേക്കും തളർന്നു, എന്തെങ്കിലും വരുമ്പോഴേക്കും പ്രയാസപ്പെട്ടു. അപ്പോൾ അതൊക്കെ മാറ്റാൻ നമ്മുടെ വീട്ടിലും നമ്മുടെ പാരൻസിന് ഒരു അറിവുള്ള പാരൻസ് ആണെങ്കിൽ അവർക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും. അതുപോലെ പിന്നെ എല്ലാവർക്കും അതിന് കഴിയണം. ടീച്ചേഴ്സ്, ഞാനിപ്പോൾ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞെങ്കിലും നമ്മൾ പാരൻസും അതിന് കേപ്പബിൾ ആയിരിക്കണം. കാരണം നമ്മുടെ കുട്ടികൾ എങ്ങനെ ആവണം എന്നുള്ളത് നമ്മളാണ് ശരിക്കും തീരുമാനിക്കേണ്ടത്. അതിന് പക്ഷേ ശരിക്കും ഒരു നല്ല ഒരു അടിത്തറ സ്കൂളിൽ നിന്ന് തന്നെ, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ തന്നെ ആ ഒരു മനസ്സിനെ ശക്തിപ്പെടുത്താനും മനസ്സിനെ ഉയർത്താനുമുള്ള ഒരു നടപടികളുണ്ടെങ്കിൽ അവൻ വളരെ മിടുക്കനായിട്ട് തീരുകയും ഈ ലോകത്തിന് തന്നെ ഈ സമൂഹത്തിനൊരു മുതൽക്കൂട്ടായിട്ട് മാറുകയും ചെയ്യും. അങ്ങനെ നമ്മുടെ നമ്മുടെ ഋഷികളൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ സ്വാമിജിയെ പോലെ ചിന്മയാനന്ദ സ്വാമികൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ശ്ലോകം വിവരിക്കാൻ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ആൾക്കും സ്വന്തം തുറയിൽ പ്രവർത്തിക്കുമ്പോൾ മനസ്സിനെ എങ്ങനെ തുറന്നു വയ്ക്കണമെന്നും പിന്നെ ആത്മശുദ്ധീകരണം എങ്ങനെ നടത്തണമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. അതിന് നമ്മൾ എടുത്ത ഒരു ശരീരമെടുത്ത് വന്ന ഈ യാത്ര തുടരുമ്പോൾ ആ ഒരു സമചിത്തത പാലിക്കാൻ കഴിയുന്ന ഒരാളായിട്ട് നമ്മൾ മാറണം. അങ്ങനെ ആയിരിക്കണം നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ വീടുകളിലെ സാഹചര്യവും അവർക്ക് കിട്ടേണ്ട എല്ലാം. എന്നാൽ ഓരോ കുട്ടിയും നല്ല മിടുക്കനായിട്ട് മാറും. അതുപോലെ നമ്മളെല്ലാവരും, ഇതിപ്പോൾ കുട്ടികൾക്ക് മാത്രമുള്ള ഗൈഡൻസ് അല്ല ഈ ഒരു ശ്ലോകത്തിൽ, ഞാനത് ഒന്ന് പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ മനസ്സിൻ്റെ ആ മാലിന്യങ്ങളൊക്കെ എങ്ങനെ കഴുകിക്കളയാമെന്നും ആത്മശുദ്ധീകരണം അല്ലെങ്കിൽ മനഃശുദ്ധീകരണം നടക്കുക വഴി മനസ്സിൽ പല ഈഗോ ക്ലാഷാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തന്നെ ഈഗോ ക്ലാഷുണ്ട്, വിട്ടുവീഴ്ച ചെയ്യാനുള്ള ഒരു മനോഭാവം, അതൊക്കെ നമുക്ക് സ്കൂൾ തലത്തിൽ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അതില്ല. പിന്നെ അതുപോലെ വീടുകളിൽ വിട്ടുവീഴ്ചകൾ വേണം, സഹോദരന്മാർ തമ്മിൽ, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ. ഇതൊന്നും പിന്നെ സ്കൂൾ ലെവലിൽ നിന്ന് അത് കിട്ടിയ കുട്ടി അത് പ്രാക്ടീസ് ചെയ്യുകയും അവൻ്റെ ജീവിതത്തിൽ അത് കൊണ്ടുവരികയും ചെയ്യും. അത് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഗീത പോലുള്ളതൊക്കെ ഒരു ചാപ്റ്റർ എല്ലാ സ്റ്റാൻഡേർഡിലും ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നെങ്കിൽ ആ കുട്ടി എന്ത് മിടുക്കനാവുമായിരുന്നു. അപ്പോൾ ഇത്രയും മഹത്തായൊരു സാംസ്കാരിക സമ്പത്തുള്ള നമ്മളാണ് ഭിക്ഷക്കാരെ പോലെ ഒന്നുമില്ലാത്ത പോലെ നടക്കുന്നത്. കാരണം എല്ലാം ഉണ്ടായിട്ട് ഭിക്ഷക്കാരെ പോലെ നടക്കേണ്ട ഒരു സ്ഥിതിയാണ് നമുക്കുള്ളത്. അപ്പോൾ അർജുനനോട് പറയുന്നു, അർജുന, ഇപ്പോൾ നിൻ്റെ കർത്തവ്യം യുദ്ധം ചെയ്യലാണ്. അപ്പോൾ ആ യുദ്ധം ചെയ്യുന്ന നീ എങ്ങനെയായിരിക്കണം നിൻ്റെ മനോഭാവം എന്നാണ് ഞാനിപ്പോൾ വ്യക്തമാക്കിയത്. അതായത് എന്താണ് പറഞ്ഞത്? സമദുഃഖേ സുഖത്തെയും ദുഃഖത്തെയും സമമായി കാണുക, ലാഭാലാഭവും ജയാജയോ, ലാഭത്തെയും നഷ്ടത്തെയും ഒരേപോലെ കാണുക, ജയത്തിലും തോൽവിയിലും സമയകൃത്വ ഒരേപോലെ കരുതിയിട്ട് തഥയുദ്ധായ യുജ്ജസ്, നീ പോരിന് ഒരുങ്ങുമെന്ന് പറഞ്ഞു. പോരെന്ന് പറഞ്ഞാൽ ഈ ജീവിതം തന്നെ ഒരു യുദ്ധമാണ്. അപ്പോൾ ആ ഒരു യുദ്ധത്തിൽ നമുക്ക് എന്താ പറയുക, ഒരു വിജയം നേടണമെങ്കിൽ അതിനകത്തുള്ള എൻ്റെ മനഃശക്തി, മനക്കരുത്ത്, ആത്മശക്തി അത് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഏവം ഇപ്രകാരം പാപം അവാപ്സസി,
അങ്ങനെ നീ യുദ്ധം ചെയ്താൽ ഒരിക്കലും നിന്നെ ഒരു പാപവും നിന്നെ തീണ്ടില്ല. പാപം എന്ന് പറഞ്ഞാൽ ദുഷ്ടചിന്തകൾ ഒക്കെ പാപത്തിൽ വരും. അപ്പോൾ ഒന്നും നിന്നെ തീണ്ടില്ല. നമ്മുടെ ചിന്തകളാണ് ആക്ച്വലി നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് മാറുന്നത്. അപ്പോൾ നല്ല ചിന്തകളിലിരിക്കുന്ന ആൾ നല്ല രീതിയിൽ പ്രവർത്തിക്കും, നല്ല രീതിയിൽ സംസാരിക്കും. മോശം ചിന്തകളിൽ ജീവിക്കുന്ന ആൾ അയാൾ പാപം എന്ന് പറയുന്ന നമ്മുടെ ഒരു ഹിന്ദു ധർമ്മം പറയുന്ന പാപം എന്ന് പറഞ്ഞാൽ ചിന്തകളാണ് പാപം. അല്ലാതെ അപ്പോൾ നമ്മുടെ ചിന്തകൾ തന്നെ പല രീതിയിലും പുറത്തേക്ക് വരും, അത് കർമ്മമായിട്ടുമൊക്കെ വരും. അതുകൊണ്ട് എല്ലാത്തിലും ഒരു സമചിത്തത പാലിച്ചുകൊണ്ട് നീ യുദ്ധം ചെയ്യൂ അർജുന. അപ്പോൾ നിന്നെ ഒരിക്കലും പാപം നിന്നെ തീണ്ടില്ല. അപ്പോൾ ഒരു തരം ദൗർബല്യ ചിന്തകളും നിനക്കുണ്ടാവില്ല. നീ ഈ ജീവിത യുദ്ധത്തിലും നീ വിജയിക്കും. നിനക്ക് ഇപ്പോൾ നീ ചെയ്യുന്ന യുദ്ധത്തിലും വിജയിക്കും, നീ ജീവിത യുദ്ധത്തിലും വിജയിക്കും അർജുന എന്ന് കൃഷ്ണൻ അർജുനനോട് പറയുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്, എല്ലാവരും പഠിക്കുക. അപ്പോൾ ഓം തത്സത് സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യ മോക്ഷയിഷ്യാമി മാ ശുച. ഓം